വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് ഇന്നത്തെ ബിറ്റ് കോയിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്നത് ഒരു സപ്പോർട്ട് ഏരിയ ആണ്. നോക്കിയാൽ കാണാം ഈ ലെവലിൽ ഇന്നലെ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ ലെവലിനെ സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട്. ഇനി മാർക്ക് ചെയ്യുന്ന റെസിസ്റ്റൻസ് ഏരിയ ആണ്. റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. ഈ ഒരു ലെവലിനെ റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത്രയാണ് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് 1 അവറിൽ പോയിട്ട് എന്തെങ്കിലും പ്രധാനപ്പെട്ട ഏരിയാസ് ഉണ്ടോ എന്ന് നോക്കാം. 1 അവറിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത വൺ ഡേ ചാർട്ടിന്റെ ആ ഏരിയാസ് ഒന്ന് റിഫൈൻ ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് ഈ ലെവലിലേക്ക് സപ്പോർട്ട് മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഒരു സപ്പോർട്ട് ഉണ്ട്. അങ്ങനെ രണ്ടെണ്ണമായിട്ട് വരച്ചിടുന്നുണ്ട്. അതുപോലെ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു മാറ്റം വരുത്തുന്നുണ്ട്. ഇവിടേക്ക് മാർക്കറ്റ് ഒന്ന് ഈ ഒരു ഏരിയയിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. നോക്കിയാൽ കാണാം ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് പലതവണ വന്നിട്ട് താഴോട്ടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ കൂടി ഉണ്ട് ഇവിടെ. അത് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ ഒരു ലെവല് നല്ലൊരു പ്രധാനപ്പെട്ട ഏരിയയാണ്. ആ ലെവലിനെയും മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ ഒരു ലെവലിനെ റെസിസ്റ്റൻസ് ഏരിയ ആയിട്ടാണ് മാർക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 1 അവറിൽ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകളുണ്ടോ എന്ന് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്ന ഒരു സപ്പോർട്ട് ഏരിയ ആണ്. നോക്കിയാൽ കാണാം ഈ ലെവലിൽ വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നൊരു എൻട്രി സാധ്യതയുണ്ട്. ഇതിന്റെ താഴോട്ട് ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചതിന് ശേഷം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ലെവൽ വരെ ഒരു എൻട്രി സാധ്യത കാണുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലെവലൊന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് ആയിട്ട് വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് താഴോട്ടേക്ക് സെൽ എൻട്രി എന്ന് പറയുന്നത് ഇവിടം വരെയാണ്. അപ്പൊ ഇങ്ങനെയാണ് രണ്ട് ബൈ എൻട്രി ആൻഡ് സെൽ എൻട്രി എന്നുള്ളത്. മറ്റൊന്ന് ഈ ഒരു ലെവൽ, അതായത് നമ്മൾ ലാസ്റ്റ് വരച്ച റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു ലെവൽ വരെ 99.750 അല്ലെങ്കിൽ 1 lakh വരെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ BTCയിലെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. പറയുന്ന ഏരിയയിൽ മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.